पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। സാധ്യസാധന രൂപമായ സർവ സംസാരത്തിൽ നിന്നും വിരക്തനായ ആൾക്ക് ബ്രഹ്മവിദ്യ ആരംഭിക്കുന്നു. എന്തിന്? കാമ അതിദോഷ കർമ്മ ബീജഭൂതാവിദ്യാനിവൃത്തയെ, അവിദ്യാനിവൃത്തിക്കായിക്കൊണ്ട് ബ്രഹ്മവിദ്യ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വെച്ച ഭാഗമാണ് നമ്മൾ വായിച്ചത്. വളരെ ദീർഘമായൊരു ഭാഷ്യമാണത്, വീണ്ടും വായിക്കുന്നില്ല. 2-3 മാസങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചത്. തത്ര താവത് അശ്വമേധവിജ്ഞാനായ ഉഷാവ അശ്വസ്യ ഇത്യാദി തത്ര അശ്വവിഷയമേവ ദർശനമുച്യത്തെ പ്രാധാന്യാത് അശ്വസ്യ. പ്രാധാന്യം ച തന്നാമാങ്കിതത്വാത് ക്രതോഃ പ്രാജാപത്യത്വാച്ച. രജ്വാമിവ സർപ്പവിജ്ഞാന അപനയായ ബ്രഹ്മവിദ്യ ആരഭ്യത എന്നുള്ളത് വരെയാണ് വായിച്ചു വെച്ചത്. തുടർന്നുള്ളതാണ് തത്ര താവത് അശ്വമേധവിജ്ഞാനായ ഉഷാവ അശ്വസ്യ ഇത്യാദി തത്ര അശ്വവിഷയമേവ ദർശനം ഉച്യത്തെ പ്രാധാന്യാത് അശ്വസ്യ. പ്രാധാന്യം ച തന്നാമാങ്കിതത്വാത് ക്രതോഃ പ്രാജാപത്യത്വാച്ച. അപ്പോൾ ബ്രഹ്മവിദ്യ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മവിദ്യ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ ബൃഹദാരണ്യക ഉപനിഷത്ത് 1-ാം അധ്യായമാണ് പഠിക്കുന്നത്. അത് ശതപഥ ബ്രാഹ്മണത്തിലെ 3-ാമത്തെ അധ്യായമാണ്. ശതപഥ ബ്രാഹ്മണത്തിലെ 2 അധ്യായങ്ങൾ കഴിഞ്ഞ്, ശതപഥ ബ്രാഹ്മണത്തിൽ മൊത്തം 8 അധ്യായങ്ങളാണ്. അതിൽ 3 മുതലുള്ള 6 അധ്യായങ്ങൾക്കാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്നത്. അവിടെ മുഴുവൻ കർമ്മകാണ്ഡ വിഷയമാണ്. ആ കർമ്മകാണ്ഡത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണിത്. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ ആരഭ്യത എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വേർതിരിച്ച് പറയുന്നത്. തത്ര അവിടെ എന്ന് പറഞ്ഞാൽ ഈ ബൃഹദാരണ്യക ഉപനിഷത്തിൽ അഥവാ ശതപഥ ബ്രാഹ്മണത്തിൽ അശ്വമേധവിജ്ഞാനത്തിനായിക്കൊണ്ട് ഉഷാവ അശ്വസ്യ ഇത്യാദി, ഉഷാവ അശ്വസ്യ എന്ന് തുടങ്ങുന്ന മന്ത്രം ആരംഭിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കണം, ഉപനിഷത്തിലെ ഉപനിഷത്തെന്ന് പറയാവുന്ന ഭാഗം കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലേ ഉള്ളൂ. അതുവരെ എന്തിനാണ് കർമ്മവിഷയം ഇവിടെ പ്രതിപാദിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കി കർമ്മത്തെയും അതിൻ്റെ ഫലത്തെയും ക്രിയാഭാഗത്തെയും എല്ലാം ഗ്രഹിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പൂർണ്ണമായി വിരക്തി കൈവന്ന ആൾക്കാണ് ബ്രഹ്മവിദ്യയിലേക്ക് പ്രവേശാധികാരം. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെ അശ്വമേധത്തിലാണ് ആരംഭിക്കുന്നത്. അശ്വമേധ വിജ്ഞാനത്തിനായിക്കൊണ്ട് ഉഷാവ അശ്വസ്യ ഇത്യാദി, ഉഷാവ അശ്വസ്യ എന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാലാണ് ബൃഹദാരണ്യക ഉപനിഷത്തിലെ 1-ാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ തുടക്കമാണത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അശ്വത്തെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. ഉഷാവ അശ്വസ്യ എന്നുള്ള മന്ത്രത്തിൽ 1-ാമത്തെ മന്ത്രത്തിൽ അശ്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദ്യം. അതിന് മറുപടി തത്ര അശ്വവിഷയമേവ ദർശനമുച്യത്തെ. അശ്വവിഷയമായ ദർശനമാണ് 1-ാം മന്ത്രത്തിൽ പറയുന്നത്. എന്തുകൊണ്ട്? അശ്വസ്യ പ്രാധാന്യാത്, അശ്വമേധത്തിൽ അശ്വത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട്. പ്രാധാന്യം എന്താ പ്രാധാന്യം?
തന്നാമാങ്കിതത്വാത് ക്രതോഹോ. ആ യാഗത്തിന്റെ പേര് പോലും അശ്വത്തിന്റെ പേരിലാണ്. അശ്വമേധം എന്ന് പറയുമ്പോൾ അശ്വം എന്നുള്ള പേരിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് അശ്വവിജ്ഞാനത്തിലാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് അശ്വവിജ്ഞാനം? അശ്വമേധത്തിൽ അശ്വത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട്. ആ പ്രാധാന്യം നാമം കൊണ്ട് തന്നെ സൂചിപ്പിക്കപ്പെടുന്നു. കാരണം അശ്വമേധം എന്നാണ് യാഗത്തിൻ്റെ തന്നെ നാമം. അവിടെ അശ്വപ്രാധാന്യമാണ്. രണ്ട്, അശ്വമേധത്തിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ പ്രജാപതിയാണ്. അശ്വമേധത്തിൻ്റെ ദേവത പ്രജാപതിയാണ്. അപ്പൊ പ്രജാപതി ദേവതയായതുകൊണ്ട് അശ്വമേധത്തിന് പ്രാധാന്യമുണ്ട്. ഒന്ന്, അശ്വമേധത്തിൽ അശ്വത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അശ്വത്തിൽ ആരംഭിക്കുന്നു. എന്താ അശ്വത്തിൽ ആരംഭിക്കുന്നേ? നോക്കൂ. ഓം ഉഷാവ അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യശ്ചക്ഷുഃ വാതഃ പ്രാണോ വ്യാത്തം അഗ്നിഃ വൈശ്വാനര സംവത്സര ആത്മാ അശ്വസ്യ മേധ്യസ്യ ദ്യൗ പൃഷ്ഠമന്തരിക്ഷമുദരം പൃഥിവീ പാജസ്യം ദിശ പാർശ്വേ അവാന്തരദിശ പാർശ്വ ഋതവോ അംഗാനി മാസാഃ ച അർദ്ധമാസാശ്ച പർവാണി അഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണ്യസ്ഥീനി നഭോ മാംസാനി ഓഷധ്യം സികതാഃ സിന്ധവോ ഗുദാ യകൃച്ഛ ക്ലോമാനശ്ച പർവതാ ഓഷധയശ്ച വനസ്പതയശ്ച ലോമാന്യേ ഉദ്യൻ പൂർവാർദ്ധോ നിംലോചനഞ്ച ജഘനാർദ്ധോ യത് വിജൃംഭതേ തദ് വിദ്യോതതേ യത് വിധുനുതേ തത് സ്തനയതി യന്മേഹതി തത് വർഷതി വാഗേവാസ്യ വാക്. ഓം ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരഃ സൂര്യശ്ചക്ഷുഃ വാതഃ പ്രാണോ വ്യാത്തമഗ്നിഃ വൈശ്വാനര സംവത്സര ആത്മാ അശ്വസ്യ മേധ്യസ്യ ദ്യൗ പൃഷ്ഠം അന്തരിക്ഷമുദരം ദ്യൗ പാജസ്യം ദിശ പാർശ്വേ അവാന്തരദിശ പർശവ ഋതവോ അംഗാനി മാസാശ്ചർദ്ധമാസാശ്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണി അസ്ഥീനി നഭോ മാംസാനി ഊവധ്യം സികതാഃ സിന്ധവോ ഗുദാ യകൃച്ഛ ക്ലോമാനശ്ച പർവതാ ഓഷധയശ്ച വനസ്പതയശ്ച ലോമാനി ഉദ്യൻ പൂർവാർദ്ധോ നിംലോചൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ തദ് വിദ്യോതതേ
യദ്വിധൂനുതേ തത്സ്തനയതേ യന്മേഹതേ തദ്വർഷതേ വാഗേവാസ്യ വാക്. അപ്പൊ അശ്വമേധത്തിൽ അശ്വത്തിനാണ് പ്രാധാന്യം. എന്താണ് അശ്വം? അശ്വം കുതിര. അവിടെ അശ്വമേധത്തിൽ അശ്വം എന്ന് പറഞ്ഞാൽ മേധ്യമാണ്. യാഗത്തിൽ ഹനിക്കപ്പെടുന്നതാണ്, യാഗത്തിൽ ഹനിക്കപ്പെടുന്നതാണ്, ഹോമിക്കപ്പെടുന്നതാണ്. അപ്പൊ എന്താണിത്? എന്താണ് അശ്വം? എന്താണ് ഈ കുതിര? കുതിര എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ്? അതാണ് പറയുന്നത്. ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരഃ. ഉഷസ് ഉഷസ് സൂര്യോദയത്തിന് മുമ്പുള്ള കാലം. പ്രഭാതം എന്ന് പറയാൻ പാടില്ല, ഉദയം എന്ന് പറയാൻ പാടില്ല. ഉദയത്തിന് മുമ്പുള്ള കാലം പറയാവോ? ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയാം, ബ്രാഹ്മയാമം, ഉഷക്കാലം. അതാണ് അശ്വത്തിൻ്റെ ശിരസ്. അപ്പോൾ അവിടെ അശ്വം എന്ന് പറയുന്നതിന് മറ്റൊരു മാനമായി. സൂര്യനാകുന്നു അശ്വത്തിൻ്റെ കണ്ണ്. സൂര്യഃ ചക്ഷുഃ. സൂര്യനാണ് ഈ കുതിരയുടെ കണ്ണ്. വായു പ്രാണനാണ്. വാതഃ പ്രാണഃ. വായു പ്രാണൻ. വ്യാപ്തം അഗ്നിഃ വൈശ്വാനരഃ. തുറന്നു വെച്ച വായ. വ്യാപ്തം തുറന്നു വെച്ച വായ. ഈ അശ്വത്തിൻ്റെ തുറന്നു വെച്ച വായ വൈശ്വാനര അഗ്നിയാണ്. സംവത്സരം ഈ മേധ്യമായ അശ്വത്തിൻ്റെ ആത്മാവാണ്. സംവത്സരമാണ് അതിൻ്റെ ആത്മാവ്. ദ്വിലോകം അതിൻ്റെ പൃഷ്ഠമാണ്. ദ്വിലോകം പൃഷ്ഠം. ഒരു കൽപ്പനയാണിത്. അന്തരീക്ഷം ഉദരമാണ്. എന്താ അന്തരീക്ഷം? ഭൂമിക്കും ദ്വിലോകത്തിനും മധ്യത്തിലുള്ള പ്രദേശത്തിനാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുക. അന്തരീക്ഷം വെച്ചാൽ നടുക്ക് കാണപ്പെടുന്നത് എന്നർത്ഥം. നടുക്ക് കാണപ്പെടുന്ന, നടുക്കെന്ന് പറഞ്ഞ അർത്ഥം ഭൂമിക്കും ദ്വിലോകത്തിനും നടുക്കെന്നർത്ഥം. കാണപ്പെടുന്നത് അന്തരീക്ഷം. അന്തരീക്ഷം ഉദരമാണ്. പിന്നെ പൃഥിവി പാജസ്യം. കാല് വയ്ക്കാനുള്ള അടിസ്ഥാനമാണ് പൃഥിവി. അടിത്തറ, കാല് വയ്ക്കാനുള്ള ഇടം പൃഥിവി. കാലല്ല. പാർശ്വ അവാന്തര ദിശ. ഈ അശ്വത്തിൻ്റെ പാർശ്വങ്ങൾ
രണ്ട് ഭാഗങ്ങൾ അവാന്തര ദിക്കുകളാണ്, സകല ദിക്കുകളും. പിന്നെ അംഗങ്ങൾ ഋതുക്കളാണ്, അംഗങ്ങൾ ഋതുക്കൾ. മാസവും അർദ്ധമാസവുമൊക്കെ സന്ധികളാണ്, പർവങ്ങളാണ്. മാസം, അർദ്ധമാസം, അർദ്ധമാസം എന്ന് പറഞ്ഞാൽ പക്ഷം, മാസം, പക്ഷം തുടങ്ങിയവയൊക്കെ സന്ധികളാണ്. സന്ധികൾ പലതുണ്ട് നമുക്ക്. അശ്വത്തിന് ഒരുപാട് സന്ധികളുണ്ട്. അത് മാസങ്ങളും പക്ഷങ്ങളുമാണ്. പിന്നെ അങ്ങനെ എടുക്കാം. പൃഥിവി പാജസ്യം ദിശഃ പാർശ്വേ, പാർശ്വങ്ങൾ ദിക്കുകളാണ്. പാർശ്വഃ അവാന്തര ദിശഃ, അവാന്തര ദിക്കുകളാണ്. അങ്ങനെയാണ് മുറിക്കേണ്ടത്. ഇവിടെ തെറ്റുപറ്റിയതാണ്. അഹോരാത്രാണി, അഹോരാത്രങ്ങൾ, രാപ്പകലുകൾ. പർവങ്ങളാണ്. അല്ല, പർവങ്ങളല്ല. മാസവും അർദ്ധമാസവും പർവങ്ങളാണ്. മാസങ്ങളും അർദ്ധമാസങ്ങളും പർവങ്ങളാണ്. അർദ്ധമാസം വെച്ചാൽ പക്ഷം. മാസങ്ങളും പക്ഷങ്ങളും പർവങ്ങളാണ്. പർവങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ധികൾ, സന്ധികൾ. അഹോരാത്രങ്ങൾ പ്രതിഷ്ഠയാണ്, അല്ലേ? അഹോരാത്രാണി പ്രതിഷ്ഠ. നക്ഷത്രാണി അസ്ഥീനി, നക്ഷത്രങ്ങൾ മുഴുവൻ ഈ യജ്ഞീയമായ അശ്വത്തിൻ്റെ അസ്ഥികളാണ്, എല്ലുകളാണ്. പിന്നെ ആകാശം, നഭോദേശം, ആ നഭോദേശത്ത് കാണുന്ന സകലവും, അതെല്ലാം ഈ അശ്വത്തിൻ്റെ മാംസങ്ങളാണ്. പിന്നെ നഭോ മാംസാനി ഊവധ്യം സികതാഹ, ഊവധ്യം സികതാഹ, സികതങ്ങൾ. നദിയെ സംബന്ധിച്ച് സികതങ്ങൾ എന്ന് പറഞ്ഞാൽ നദീതീരത്തുള്ള ഈ ഇതാണ്, മണല്. കുതിരയെ സംബന്ധിച്ച് സികതങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ചിരോപങ്ങളാണ്. എന്താണത്? ഊവധ്യം, ദഹിക്കാതെ കിടക്കുന്ന അന്നമാണ്, വയറിനുള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന അന്നം. സിന്ധവഃ ഗുദാഹ, എല്ലാ സിന്ധവഃ ഹംസാനി ഊവധ്യം സികതാഹ സിന്ധവോ ഗുദാഹ യകൃച്ഛ ക്ലോമാനശ്ച പർവതാഹ ഓഷധയശ്ച വനസ്പതയശ്ച ലോമാനി. അവിടെ സിന്ധുക്കൾ എന്നുള്ളതിന് സമുദ്രം എന്നർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. നദികൾ ഒഴുകുന്ന ജലാശയങ്ങൾ, ജലപ്രവാഹങ്ങൾ എന്നർത്ഥം എടുത്താൽ മതി, സമുദ്രം എന്നർത്ഥം എടുക്കണ്ട. ഗുദങ്ങളാണ്. ഗുദങ്ങൾ യകൃച്ഛ ക്ലോമാനശ്ച. യകൃത്തിന് എന്താ പറയുക നമ്മൾ? യകൃത്ത്
കരളല്ല, വയറ്റിനുള്ളിലുള്ള യകൃത്ത്, പ്ലീഹയോ എന്താണ്, യകൃത്ത്. എന്തായാലും കൊള്ളാം, ഇത് കൽപ്പന തന്നെ. പർവ്വതാഹ, പിന്നെ ഓഷധയ വനസ്പതയ ലോമാനി, ഓഷധി വനസ്പതികളെല്ലാം ലോമങ്ങൾ. പിന്നെ പൂർവാർദ്ധോ ഉദ്യൻ, ഉദ്യൻ, ഉദ്യൻ മുകളിലേക്ക് പോകുന്നവൻ, മുകളിലേക്ക് പോകുന്നവൻ ഇതിൻ്റെ പൂർവാർദ്ധമാണ്, ഉപരിഭാഗമാണ്. നിമ്ലോചൻ, താഴേക്ക് പോകുന്ന സൂര്യൻ, മധ്യാഹ്നം കഴിഞ്ഞ് താഴേക്ക് പോകുന്ന സൂര്യൻ. ജഘനാർദ്ധ, ജഘനത്തിന് താഴേക്കുള്ള ഭാഗമാണ്, മറ്റത് മുകളിലേക്കുള്ള ഭാഗമാണ് കുതിരയുടെ. യത് വിജൃംഭതേ തത് വിദ്യോതതേ, ഇതിൻ്റെ ഈ അശ്വത്തിൻ്റെ വിജൃംഭണം, വിജൃംഭണം നമ്മൾ സാധാരണ നമ്മൾ വിജൃംഭണം ചെയ്യാൻ വെച്ചാൽ ഒരു അതാണ് ഒരു വികസിക്കലുണ്ടല്ലോ, എന്നിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട്. അതുപോലെ കുതിരയുടെ ശബ്ദം ഉണ്ടാക്കലിന് എന്താ പറയേണ്ടത് വെച്ചാൽ അത്, അതിൻ്റെ വിജൃംഭണം എന്താണ്, മിന്നൽ പിണരുകളുടെ ഇതാണ്. യത് വിധൂനുതേ, ദേഹം കുലുക്കുന്നത്, അത് മേഘഗർജനമാണ്. തനയതി എൻ മേഹതി, മൂത്രമൊഴിക്കുന്നത്, തത് വർഷതി, അത് മഴയാകുന്നു. ഈ കുതിര മൂത്രമൊഴിക്കുന്നതാണ് മഴ. വാക്ക് വാക്കാകുന്നു, സമസ്ത ലോകത്തിൻ്റെയും വാക്ക് ഈ കുതിരയുടെ വാക്കാകുന്നു. ഇത് തീർത്തും ഒരു കാൽപ്പനികമായ ദൃഷ്ടിയിൽ അശ്വമേധത്തിലെ അശ്വത്തെ സർവപ്രപഞ്ചരൂപിയായിട്ട് വർണ്ണിക്കുകയാണ്. ഇതിൽ നമ്മൾ ഓരോരോ കൽപ്പനയിലും കുടുങ്ങേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഏതാ ഇപ്പം ഹൃദയം, ഏതാ കുളമ്പ്, ഏതാ കാല് എന്നും പറഞ്ഞ് തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, സർവപ്രപഞ്ചരൂപിയായിട്ട് ഈ അശ്വത്തെ കാണുന്നു. അശ്വമേധത്തിൽ മേധ്യമായ അശ്വം സമ്പൂർണമായ പ്രപഞ്ചവുമാണ്. അതിലെ സകല ഭാവങ്ങളും അതിൽ അന്തർഭവിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാൻ. അല്ലാതെ ഇന്നത് എന്നുള്ളതിൽ അതൊരു കാൽപ്പനിക ദൃഷ്ടി മാത്രമാണ്. അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ വൈശ്വാനര വർണ്ണനത്തിൽ ഇതേ അംഗങ്ങൾ വേറെ അംഗങ്ങളായിട്ട് വർണ്ണിക്കുന്ന ശ്രുതികളുണ്ട്. ഇപ്പോൾ ഛാന്തോഗ്യത്തിൽ വൈശ്വാനര വർണ്ണനം വരുമ്പോൾ ഇതേ അംഗങ്ങളെ വേറെ വർണ്ണിക്കുന്നുണ്ട്. അപ്പം അവിടെ ഇവിടെ വിരുദ്ധത ഇല്ലേ എന്ന് തോന്നരുത്. അപ്പോൾ ഋഷിക്ക് തോന്നി അംഗപ്രത്യംഗങ്ങളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അർത്ഥം ഇത്ര മാത്രമേ എടുക്കണ്ടൂ, മേധ്യമായ അശ്വം ഈ പ്രപഞ്ചാകാരമാണ്. സമ്പൂർണ്ണ പ്രപഞ്ചവും അന്തർഭവിക്കുന്നതാണ് ഈ അശ്വം. മേധ്യം ച മേധയ്ക്ക് യോഗ്യമായത്, യാഗത്തിന് യോഗ്യമായത്. അതിലിതിനെയാണ് ശരിയാക്കുക യാഗത്തിൽ.
ഉഷാ ഇതി ബ്രാഹ്മഃ മുഹൂർത്തഃ ഉഷാഃ. വൈ ശബ്ദഃ സ്മരണാർത്ഥഃ പ്രസിദ്ധം കാലം സ്മാരയതി. ശിരഃ പ്രാധാന്യാത്. ശിരശ്ച പ്രധാനം ശരീരാവയവാനാം. അശ്വസ്യ മേധ്യസ്യ മേധാർഹസ്യ യജ്ഞീയസ്യ ഉഷാ ശിരഃ ഇതി സംബന്ധഃ. കർമാങ്കസ്യ പശോഃ സംസ്കർത്തവ്യത്വാത് കാലാദിദൃഷ്ടയഃ ശിര ആദിഷു ക്ഷിപ്യന്തെ. പ്രാജാപത്യത്വം ച പ്രജാപതി ദൃഷ്ടി അധ്യാരോപണാത് കാലലോകത ദേവതാത്വാധ്യാരോപണം ച പ്രജാപതിത്വ കരണം പശോഃ. ഏവം രൂപഃ ഹി പ്രജാപതിഃ വിഷ്ണുത്വാദികരണമിവ പ്രതിമാദൗ. ഉഷാ ഇതി ബ്രാഹ്മോ മുഹൂർത്തഃ ഉഷാഃ. വൈ ശബ്ദഃ സ്മരണാർത്ഥഃ പ്രസിദ്ധം കാലം സ്മാരയതി. ശിരഃ പ്രാധാന്യാത്. ശിരശ്ച പ്രധാനം ശരീരാവയവാനാം. അശ്വസ്യ മേധ്യസ്യ മേധാർഹസ്യ യജ്ഞീയസ്യ ഉഷാഃ ശിരഃ ഇതി സംബന്ധഃ. കർമാങ്കസ്യ പശോഃ സംസ്കർത്തവ്യത്വാത് കാലാദിദൃഷ്ടയഃ ശിര ആദിഷു ക്ഷിപ്യന്തെ. പ്രാജാപത്യത്വം ച പ്രജാപതി ദൃഷ്ടി അധ്യാരോപണാത് കാലലോകദേവതാത്വാധ്യാരോപണം ച പ്രജാപതിത്വകരണം പശോഃ. ഏവം രൂപഃ ഹി പ്രജാപതിഃ വിഷ്ണുത്വാദികരണമിവ പ്രതിമാദൗ. അപ്പോൾ ഉഷാവ എന്ന് തുടങ്ങുന്നു. ഉഷാഹ ബ്രാഹ്മോ മുഹൂർത്തഃ. ബ്രാഹ്മ മുഹൂർത്തമാണ് ഉഷ. വൈ ശബ്ദഃ സ്മരണാർത്ഥഃ. വൈ എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കാനാണ്. പ്രസിദ്ധം കാലം സ്മരയതി. പ്രസിദ്ധമാണല്ലോ ഉഷക്കാലം എന്നുള്ളത്, പ്രസിദ്ധമാണ്. സൂര്യോദയത്തിന് മുമ്പുള്ള യാമം. യാമം സാമാന്യമായി പറഞ്ഞാൽ 3 മണിക്കൂർ കൂട്ടാം. അപ്പോൾ സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന യാമം. ഇപ്പോൾ ഒരു 3:30, 3:15 ഒക്കെ ആവുമ്പോൾ തുടങ്ങുന്ന യാമം. അതാണ് ഈ ഉഷഃ കാലം. അതാണ് ശിരഃ, ശിരസ്. ആരുടെ? ഈ കുതിരയുടെ. അതെന്താ അങ്ങനെ കൽപ്പിച്ച ഒരു കൽപ്പനയല്ലേ? അപ്പോൾ എന്ത് കൽപ്പിച്ച എന്താ? കൽപ്പനയായ സ്ഥിതിക്ക് എന്തും കൽപ്പിക്കാം. അപ്പം പറയാണ് പ്രാധാന്യാത്. പ്രാധാന്യം കൊണ്ട് ശിരസിന് പ്രാധാന്യം ഉണ്ടല്ലോ. അതുപോലെ ഉഷഃ കാലത്തിന് പ്രാധാന്യമുണ്ട്. ശിരശ്ച പ്രധാനം ശരീരാവയവാനാം. ശരീര അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിരസ്സാണ്. ബാക്കിയൊക്കെ പോയാലും നമുക്ക് നോക്കാം. അല്ലേ? ശരീരാവയവങ്ങളിൽ ഏറ്റവും പ്രധാനം ശിരസ്സാണ്. തല. എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇപ്പോൾ ബാക്കിയെല്ലാം നിയന്ത്രിക്കണത്. ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അയാളാണ്. അതുകൊണ്ട് അവയവങ്ങളിൽ പ്രാധാന്യം തലയ്ക്കുണ്ട്. അശ്വസ്യ മേധ്യസ്യ മേധാർഹസ്യ. മേധാർഹമായ അശ്വം. എല്ലാ അശ്വത്തെയും അതിനെടുക്കില്ല. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സർവലക്ഷണയുക്തമായ കുതിരയെ മാത്രമേ അശ്വമേധത്തിന് എടുക്കൂ. എല്ലാത്തിനും എടുക്കില്ല.
അപ്പം മേധ്യമായിരിക്കുന്ന അശ്വത്തിൻ്റെ മേധാർഹസ്യ യജ്ഞീയസ്യ, യജ്ഞീയമായ അശ്വം, യജ്ഞത്തിന് യോഗ്യമായ അശ്വം. അതിന് ലക്ഷണങ്ങളുണ്ട്, സർവ്വലക്ഷണങ്ങളും തികഞ്ഞതായിരിക്കണം. അതൊക്കെ അതിനെപ്പറ്റി അറിയുന്നവർക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. നമുക്ക് അശ്വത്തെ തന്നെ അറിയില്ല, പിന്നെയല്ലേ. സർവ്വലക്ഷണങ്ങളും തികഞ്ഞ അശ്വമാണ്. അങ്ങനെയുള്ള അശ്വത്തിൻ്റെ ശിരസ് ഉഷക്കാലമാണെന്ന് സംബന്ധം. കർമാംഗസ്യ പശോഹോ സംസ്കർത്തവ്യത്വാത് കാലാദിദൃഷ്ടയ ശിര ആദിഷു ക്ഷിപ്യന്തേ. ഈ കർമ്മത്തിൽ വ്യത്യസ്തങ്ങളായ ക്രിയകളിലൂടെ സംസ്കരിച്ചെടുക്കുക ചെയ്യുന്നത്. കർമ്മങ്ങളൊക്കെ തന്നെ, കർമ്മങ്ങളിൽ നിരന്തരമായ സംസ്കരണ ക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഈ അശ്വത്തിൽ ശിരസ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ കാലം തുടങ്ങിയവയെ അധ്യാരോപിക്കുകയാണ്. അപ്പം ശിരസിൽ ഉഷക്കാലം അധ്യാരോപിച്ചാൽ ബാക്കി ഓരോ അംഗത്തിലും മറ്റോരോ കാലം അധ്യാരോപിക്കുക. അധ്യാരോപണം മാത്രമാണത്, അധ്യാരോപണമാണ്. അല്ലാണ്ട് ഈ അശ്വത്തിൻ്റെ ശിരസ് അല്ല ഉഷക്കാലം, പക്ഷേ ഉഷക്കാലം ശിരസ്സാണ്. അങ്ങനെ വേണം എടുക്കുക, ഒരു കൽപ്പനയാണ്. അത് ക്ഷിപ്യത, അതിൽ ആക്ഷേപിക്കുകയാണ്, അതിൽ ആരോപിക്കുകയാണ്. പ്രാജാപത്യത്വം വെച്ച പ്രജാപതി ദൃഷ്ടി അധ്യാരോപണാത്. അപ്പൊ പ്രാജാപത്യമാണ് അശ്വമേധം എന്ന് പറഞ്ഞു. അശ്വമേധം പ്രാജാപത്യമാണ്. എന്തുകൊണ്ട്? ഇതിൽ പ്രജാപതി ദൃഷ്ടി അധ്യാരോപിക്കുന്നു. ഇതിൻ്റെ ദേവത പ്രജാപതിയാണ്, അശ്വമേധത്തിൻ്റെ ദേവത പ്രജാപതിയാണ്. ആ പ്രജാപതിത്വം അശ്വത്തിൽ അധ്യാരോപിക്കുന്നു. കാലലോക ദേവതാത്വധ്യാരോപണം ച പ്രജാപതിത്വകരണം പശോഹോ. അപ്പം ഈ പശുവാണ്, യജ്ഞപശുവാണ് പ്രജാപതി എന്ന് കാണിക്കാൻ വേണ്ടി കാലം, ലോകം, ദേവത എന്ന് വേണ്ട എല്ലാത്തിനെയും ഈ അശ്വത്തിൽ അധ്യാരോപിക്കുക. കാലം, സകല കാലങ്ങളും, പിന്നെയോ സകല ലോകങ്ങളും, പിന്നെയോ സകല ദേവതകളും ഈ അശ്വത്തിൽ അന്തർഭവിക്കുന്നു എന്ന് അധ്യാരോപിക്കുന്നു. എന്തിന്? ഈ അശ്വം പ്രജാപതിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അധ്യാരോപിക്കുകയാണ് പ്രജാപതിത്വം. അതെ, മേധ്യമായത് പ്രജാപതിയാണ്. ആ പ്രജാപതിത്വം അശ്വത്തിൽ അധ്യാരോപിക്കാനാണ് ദേശകാല ദേവതകളെ മുഴുവൻ ഈ അശ്വത്തിൽ അധ്യാരോപിക്കുന്നത്. ഏവം രൂപഃ ഹി പ്രജാപതി, ഇങ്ങനെയുള്ളവനാണ് പ്രജാപതി എന്ന് അധ്യാരോപിക്കുന്നു. ഇതാണോ പ്രജാപതി എന്ന് ചോദിച്ചാൽ അല്ല, അത് അധ്യാരോപിക്കുകയാണ്. ഏതുപോലെ? വിഷ്ണുത്വാദികരണം ഇവ പ്രതിമാദൗ. ഒരു പ്രതിമ എടുത്തു. എങ്ങനെയുള്ള പ്രതിമയാണ്? 2 കാല്, 2 കൈയല്ല, 4 കയ്യ്, 1 തല, അതിൽ ഓരോ കയ്യിലും ശംഖം, ചക്രം, ഗദ, പത്മം, ഇങ്ങനെയുള്ളൊരു പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? അത് വിഷ്ണുവാണെന്ന് പറഞ്ഞു. വിഷ്ണുവാണെന്ന് അധ്യാരോപിച്ചു. അധ്യാരോപിച്ചപ്പോൾ അതെന്തായി? വിഷ്ണുവായി. ഹേ വിഷ്ണു, ഭഗവാനെ രക്ഷിക്കണേ. ആ വിഷ്ണുത്വ അധ്യാരോപണം കഴിഞ്ഞാലോ അത് കല്ലായി. ആ വിഷ്ണുത്വ അധ്യാരോപണം ഉള്ള കാലത്തോളം അത് വിഷ്ണു. ഇതുപോലെ സകല ദേവതകളെയും നമ്മൾ അധ്യാരോപിക്കുന്നത് ഓരോരോ മൂർത്തികളിൽ. അറിഞ്ഞുകൊണ്ടാണ്, ഉപാസനയ്ക്ക് വേണ്ടി നമ്മൾ അതിലേക്ക് അധ്യാരോപിക്കുകയാണ്. അതുപോലെ ഈ സമ്പൂർണ്ണ ലോകങ്ങളെയും ദിക്കുകളെയും ദേവതകളെയും എല്ലാം ഈ അശ്വത്തിൽ അധ്യാരോപിക്കുന്നു. എന്തിന്? അശ്വത്തിൽ പ്രജാപതി ദൃഷ്ടി വരുത്താൻ വേണ്ടിയിട്ട്, ഇത് പ്രാജാപത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അർത്ഥം. വ്യക്തമാണല്ലോ. ഇവിടെ ഒരു ചകഞ്ഞ് ചിന്തിക്കാനൊന്നുമില്ല. അത് നമുക്ക് ഉപനിഷത്ത് തുടങ്ങുമ്പോൾ ചകഞ്ഞ് ചിന്തിക്കാം. ഉപനിഷത്ത് തുടങ്ങണമെങ്കിൽ കുറച്ച് അധ്യായങ്ങൾ മുന്നോട്ട് പോകണം, കുറേ പോകണം. കുറേ കാലം കഴിയണം, എത്രയോ കൊല്ലങ്ങൾ കഴിയേണ്ടി വരും. എന്നാ പിന്നെ അവിടെ നിന്നാണ് തുടങ്ങിയാൽ പോരെ? അത് പറ്റില്ല, അത് പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഭാഷ്യകാരൻ അവിടെ തുടങ്ങിയാൽ മതിയായിരുന്നു.